ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്ലീവ് ഡിസൈൻ നോക്കാം കേട്ടോ. അപ്പോൾ നേവി ബ്ലൂ പ്ലെയിൻ ബ്ലൗസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ലീവിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലുള്ള ചെറിയ സ്റ്റോൺസ് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. കുന്തൻ സ്റ്റോണിൽ പെട്ടത് തന്നെയാണ്, സ്മോൾ സൈസാണ്. അത് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് 3 എണ്ണമായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 3 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്മോൾ സൈസിൽ വരുന്ന ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റോണിൻ്റെ സൈഡിലോട്ടായിട്ട് നീഡിൽ കുത്തിയെടുക്കുക. അതിനുശേഷം ഒരു 8 or 9 കട്ട് ബീഡ്സ് ആണ് ഞാൻ 9 എണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് സൈസിലുള്ള സ്റ്റോൺസ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിന് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റോൺസ് ഏകദേശം നോക്കിയിട്ട് പുറത്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ താഴോട്ട് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ചുറ്റും ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ ചുറ്റും ലോക്ക് ചെയ്തിട്ട് അത് സെക്യൂർ ആക്കി വയ്ക്കുക. അങ്ങനെ 3 എണ്ണത്തിൻ്റെയും ഔട്ട്ലൈൻ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3 എണ്ണം ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലുള്ള ട്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡൻ ട്യൂബ്സ് നല്ല തിന്നായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗോൾഡൻ ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ നീഡിൽ പുറത്തെടുക്കുക. അതിനുശേഷം ഒരു ട്യൂബും ഒരു ഷുഗർ ബീഡും അങ്ങനെയാണ് നമ്മൾ പുറത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു വി ഷേപ്പിൽ തുന്നിയെടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരെണ്ണം കൂടെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു ആരോ ഷേപ്പിലാണ് വരിക. അങ്ങനെ 3 സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വർക്കാണ് കേട്ടോ. ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന വർക്കുകളൊന്നും ഇതിലില്ല. നമുക്ക് എളുപ്പത്തിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റിയ വർക്കാണ്. അപ്പോൾ ഇതൊരു പാറ്റേൺ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ സ്ലീവിൽ നമുക്ക് എവിടെയൊക്കെ ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഹെവി ലുക്കും കിട്ടും. എന്നാൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പത്തിലുള്ളൊരു വർക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതുപോലെ 3 എണ്ണമായിട്ട് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിലൊരു ഡിസൈൻ പോലെ, അതായത് ഇന്ന സ്ഥലത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക, അവിടേക്ക് ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെവി ലുക്കാണ്. നമുക്കിതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന കളേഴ്സിലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവട്ടെ. കാരണം മുഴുവനും ഗോൾഡൻ ബീഡ്സുകളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഡാർക്ക് കളറിലായിരിക്കും ഇത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. നല്ല നേവി ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, മെറൂൺ, അതിലൊക്കെ ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിങ്ങനെ 3 എണ്ണോ 2 എണ്ണോ ഒക്കെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിലായിട്ട് ഓരോ ഗോൾഡൻ ഷുഗർ ബീഡും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ അവിടെ ഇവിടേക്കായിട്ട് ചെയ്യുക. എൻ്റെ ഇടയിലായിട്ട് ഓരോ ഷുഗർ ബീഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് നേവി ബ്ലൂ എപ്പോഴും നമുക്ക് വീഡിയോയിൽ വരുമ്പോൾ വേറൊരു കളറായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടെ ഭംഗിയാണ് കേട്ടോ ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ബ്ലൗസ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാപ്പ് കുറച്ചിട്ട് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെവി വർക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിറച്ചായിട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവിൽ മൊത്തം ഇത് ഫില്ല് ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെഡ്ഡിങ് ഫങ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വർക്കാണ്. ഗ്യാപ്പിനി കൂടുതൽ ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് കൂട്ടിയിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വർക്കുകൾ നമ്മളുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്